KSFDCയുടെ SC/ST വനിതാ സിനിമ ഗ്രാൻഡ് പദ്ധതി നിശ്ചലം. 2022 ശേഷം സ്കീമിലേക്ക് സർക്കാർ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം SC/ST വനിതാ സ്കീമിനെ കുറിച്ചായിരുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ കുറഞ്ഞത് ഒരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം. സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് ഈ 1.5 കോടി കുറഞ്ഞത് കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല. സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ വിവാദ പരാമർശത്തിൽ സൂചിപ്പിച്ച വനിതാ SC/ST ഗ്രാന്റിനാണ് കഴിഞ്ഞ 2 വർഷമായി അപേക്ഷ പോലും ക്ഷണിക്കാത്തത്. 22 ശേഷം നോട്ടിഫിക്കേഷൻ ഇല്ല, പുതിയ സെലക്ഷൻ നടന്നിട്ടില്ല, പുതിയ ട്രെയിനിങ് പ്രോഗ്രാം ഇല്ല. അപ്പോൾ 23, 24, 25 ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി വന്നാൽ ഓക്കെ. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന് പുറത്തു നിന്നൊരു കമ്മിറ്റീനെ വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ പണ്ടേ ആവശ്യപ്പെട്ടിരുന്നതാണ്. 2022-23 ബാച്ചിനെയാണ് അവസാനമായി വിളിച്ചത്. എന്നാൽ ഈ ബാച്ചിന് സിനിമ പൂർത്തീകരിക്കാനുള്ള പൂർണ്ണമായ പണമോ സൗകര്യങ്ങളോ ഇപ്പോഴും നൽകിയിട്ടില്ല. 2019 മുതൽ വനിതകൾക്കാണ് സിനിമാ നിർമ്മാണത്തിനായി 1.5 കോടി രൂപ ഗ്രാന്റ് നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ശേഷം SC/ST വിഭാഗങ്ങളെയും സ്കീമിൽ ഉൾപ്പെടുത്തി. ഓരോ വർഷവും 4 പേർക്ക് ഗ്രാന്റ് നൽകുന്നതാണ് പദ്ധതി. 10 സിനിമകൾ പദ്ധതിയിൽ നിർമ്മിച്ചു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ വരെ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകളുടെ നിർമ്മാണത്തിന് കാരണമായ പദ്ധതിയാണ്. ഇതെന്തുകൊണ്ട് എങ്ങനെ നിശ്ചലമായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്. സഫാൻ VP, മീഡിയ വൺ, തിരുവനന്തപുരം. സഫാൻ തന്നെ തത്സമയം ചേരുന്നുണ്ട്. സഫാൻ, അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം മൂലമാണ് ഇങ്ങനെയൊരു പദ്ധതി ഇപ്പോൾ അടുത്തിടെ പൊതുജന ശ്രദ്ധയിൽ വരുന്നത്. പക്ഷേ ആ പദ്ധതി ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഫണ്ട് അപര്യാപ്തതയാണോ? എന്താണ് പദ്ധതി നിശ്ചലമാകാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് സഫാൻ? 2019 മുതലാണ് വനിതാ SC/ST വിഭാഗങ്ങളുടെ സിനിമ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വഴിയായിരുന്നു ഇതിനുള്ള ഫണ്ട് അനുവദിച്ചിരുന്നത്. വനിതാ വിഭാഗങ്ങളിൽ നിന്ന് 2 പേരും SC/ST വിഭാഗങ്ങളിൽ നിന്ന് 2 പേർക്കുമായിരുന്നു സിനിമ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. ഇതിന് പ്രത്യേക സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട 10 സിനിമകൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചു എന്നുള്ള കാര്യം ആദ്യം എടുത്തു പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിലിം കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഈ പരാമർശത്തിനെതിരെ മന്ത്രി തന്നെ ഒരു മറുപടിയും കൊടുത്തിരിക്കുന്നു. ഈ സിനിമയ്ക്ക് ആവശ്യമായ പണമാണ് നൽകേണ്ടത് എന്ന തരത്തിലുള്ള മറുപടി മന്ത്രി സജി ചെറിയാൻ അതേ വേദിയിൽ തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് 2022 ശേഷം ഈ അപേക്ഷ പോലും ക്ഷണിക്കാത്ത ഒരു പദ്ധതിയാണെന്ന് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവസാനമായി വിളിച്ചത് 2022-23 ബാച്ചിനെയാണ്. പക്ഷേ ഇവർക്ക് പോലും സിനിമ എടുക്കാനുള്ള പൂർണ്ണമായുള്ള പണം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പ് വിളിച്ച ബാച്ചിൻ്റെയും സിനിമ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ പുറത്തു വന്ന പദ്ധതി താര രാമാനുജൻ സംവിധാനം ചെയ്ത നിഷിദ്ധോ, ശ്രുതി ശരണ്യ സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ, ശിവരഞ്ജിനി ജെ സംവിധാനം ചെയ്ത വിക്ടോറിയ എന്ന സിനിമകളൊക്കെ ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ ഈ പദ്ധതിയിൽ നിർമ്മിച്ച സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഈ പദ്ധതിക്കെതിരെ ഇങ്ങനൊരു പരാമർശം നടത്തിയ സമയത്ത് പോലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെതിരെ സർക്കാരിന് വലിയ പിന്തുണയായി വരികയും ഈ പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ചും സിനിമാ മേഖലയിൽ എല്ലാ വിഭാഗം ആളുകളെയും പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തത്. എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി എന്തുകൊണ്ട് 2 വർഷമായി അല്ലെങ്കിൽ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നു, നിശ്ചലമായി ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്തായാലും മറുപടി പറയേണ്ടത് ചലച്ചിത്ര വികസന കോർപ്പറേഷനും സർക്കാരും തന്നെയാണ്. ജിൽസി. ശരി.